എല്ലാവർക്കും ടോണിച്ചേട്ടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എങ്ങനെയൊക്കെ എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മെയിനായിട്ട് നമ്മളുടെ വർക്ക് ഫുള്ള് ചെയ്തിരിക്കുന്നത് ആർദ്രം ഇൻറ്റീരിയൽസാണ്. അപ്പോൾ നമ്മളുടെ ആർദ്രം ഇൻറ്റീരിയൽസിൻ്റെ വർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാവേ. അപ്പോൾ നമ്മളുടെ ഈ റൂമാണ് ഏകദേശം ബെഡ്റൂമിന് വേണ്ടി ഇന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് കണക്ക് 2 ബോക്സ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയൊരു സ്കെച്ച് ഇട്ടിട്ടുണ്ട് നമ്മളുടെ ഹെഡ് റെസ്റ്റിന് മുകളോട്ടുള്ള ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ സ്കെച്ചിലൂടെ നമ്മൾ ഒരു റീപ്പൊക്കെ പാകിയിട്ടുണ്ട്. അത് കറക്റ്റ് മൾട്ടിവുഡിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിലൂടെ നമ്മൾ മൾട്ടിവുഡിൻ്റെ ഒരു ഷീറ്റ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളവിടെ ഗ്രൂപ്പ് പാനൽ ഒട്ടിക്കാൻ പോവുകയാണ്. നമ്മൾ അതിനായിട്ടുള്ള ഗ്രൂപ്പ് പാനൽ സെറ്റ് ചെയ്തു. ഏകദേശം ഇതുപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഗ്രൂപ്പ് പാനലും കൂടെ അടിക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ഏകദേശം ഡിസൈൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വേറെ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഇനി ഹെഡ് റെസ്റ്റാണ് സെറ്റ് ചെയ്ത് തുടങ്ങുന്നത്. കണ്ടോ, ഹെഡ് റെസ്റ്റിൻ്റെ ഇൻസൈഡാണ് വരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഔട്ട് സൈഡിൽ നമ്മളൊരു ഫുൾ ഷീറ്റ് വെച്ച് നമ്മളത് കവർ ചെയ്യും. അതിനുശേഷം നമ്മളതിൽ ഫുൾ വേറെ മെത്തേഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആ ഫുൾ ഷീറ്റ് ഇട്ട് അത് ഫുള്ള് കവർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഹെഡ് റെസ്റ്റും ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമ്മളുടെ ബെഡ് നോക്കിക്കേ. അപ്പോൾ അടിപൊളി രീതിയിൽ ഫുള്ള് ബെഡും നമ്മൾ മൾട്ടിവുഡിൽ കവർ ചെയ്ത് നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വാർഡ്രോബ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിതിവിടെ ആങ്കറിങ്ങിനായിട്ടുള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെൽഫുകളൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കബോർഡാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിങ് റൂമിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തേക്കിൻ്റെ ഇടയിലുള്ള ഡോറാണ് നമ്മൾ പോളിഷ് ചെയ്ത് നല്ല ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ 3 ഡോറായിട്ട് നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റൂമിലെ മെയിൻ കബോർഡ്. കണ്ടോ, നമ്മൾ ഇതിലെ അകത്തെല്ലാം വൈറ്റ് ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ള് വുഡിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിലും ആങ്കറിങ്ങിനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലെങ്തി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ആങ്കർ ചെയ്തിടാനുള്ള സൗകര്യം നമുക്കുണ്ട്. അതുപോലെ തന്നെ നല്ല സ്റ്റോറേജ് ഉള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 3-4 ഷെൽഫുകളൊക്കെ ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ സംഭവം സെറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റോറേജ് സ്പേസ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിൽസൊക്കെ എന്ന് വെച്ചാൽ നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഹാൻഡിൽസാണ്. ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. നമുക്ക് വാൾപേപ്പറൊക്കെ ഒന്ന് നോക്കിയാലോ. ഇത് ഫുള്ള് വാൾപേപ്പറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ചാർക്കോളിൻ്റെ ഗ്രൂപ്പ് പാനലാണിത്. ഇത് ചാർക്കോളിൻ്റെ ഗ്രൂപ്പ് പാനൽ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ താഴെയായിട്ട് നമ്മളൊരു ബോക്സ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് സ്ലൈഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഡ്രോയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ നോബൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ഡിസൈനിലുള്ള നോബൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതാ സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ചാർക്കോളിൻ്റെ ഒരു ഗ്രൂപ്പ് പാനലൊക്കെ സെറ്റ് ചെയ്തു. അതുപോലെ താഴെയായിട്ട് നമ്മൾ ബോക്സും ഡ്രോയറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കർട്ടൻ ഒന്ന് നോക്കാം. കേട്ടോ, നമ്മുടെ അടിപൊളി മോഡലൊരു കർട്ടനാണ്. കണ്ടോ, ഡാർക്ക് ഷെയ്ഡ് നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കൂടെ മിക്സ് ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു പുതിയ മോഡൽ, നല്ലൊരു സംഭവമാണ്. നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു ചെറിയൊരു ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിളിന് മുകളിലായി നമ്മൾ വാൾ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഫുൾ PVC മേഖലയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്യുന്നതിനായി ആർദ്രം ഇന്റീരിയൽ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അതിനായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വളരെ മനോഹരമായ ഇന്റീരിയൽ ഡിസൈനിൻ്റെ വിശേഷങ്ങളുമായി ടോണിച്ചേട്ടൻ വ്ളോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. നമ്മളുടെ വീഡിയോകൾ കാണുന്നതിനായി നമ്മളുടെ സ്വന്തം ചാനലായ ടോണിച്ചേട്ടൻ വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരാം. നന്ദി.